ജർമ്മനിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓപ്പെയർ, FSJ, ഓസ്ബിൽഡം, മാസ്റ്റേഴ്സ് എന്നൊക്കെ. ഓപ്പെയർ എന്നാൽ ഒരു ജർമ്മൻ ഫാമിലിയുടെ കൂടെ നിന്ന് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ് ഓപ്പെയർ. FSJ ഒരു വോളണ്ടറി സോഷ്യൽ ഇയർ ആണ്. അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എൽഡർലി കെയർ ഹോമിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടുന്നതാണ് FSJ. ഓസ്ബിൽഡൻ 3 years ഡിപ്ലോമ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞ് ജോബിലേക്ക് കയറുന്നതാണ് ഓസ്ബിൽഡൻ. സോ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ഓപ്പെയർ എന്താണെന്നും ഓപ്പെയറായിട്ട് പോകുന്നത് നല്ലതാണോ എന്നതൊക്കെ ആയിരിക്കാം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും FSJ അല്ലെങ്കിൽ ഓസ്ബിൽഡങ്ങിന് മുന്നോടിയായിട്ടാണ് ഓപ്പെയർ എന്നുള്ള രീതിയിൽ ജർമ്മനിയിലേക്ക് എത്തുന്നത്. ഓപ്പെയർ എന്നാൽ ഒരു ഫാമിലി, അതായത് ജർമ്മൻ ഫാമിലിയുടെ കൂടെ താമസിച്ച് അവരുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഓപ്പെയർ. സോ ഈ കുട്ടിയെ കെയർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ അലവൻസും, ചില ഫാമിലി ആണെങ്കിൽ ലാംഗ്വേജ് പഠിക്കാനുള്ള എക്സ്ട്രാ അലവൻസും, അതുകൂടാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടൈമും ഒക്കെയും അവർ ഓപ്പെയറിൽ തരുന്നുണ്ട്. അപ്പോഴെങ്ങനെയാണ് ഒരു കറക്റ്റ് ഫാമിലിയെ ഒരു ഓപ്പെയറായിട്ട് പോകുന്ന ഒരാൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഓപ്പെയറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ആ ഫാമിലിയെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ടാകും. എന്തൊക്കെയായിരിക്കും അവിടെ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. അത് പ്രോപ്പർലി വായിച്ച് അത് കഴിഞ്ഞ് അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അവരോട് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ വഴി നിങ്ങൾക്കൊരു പ്രോപ്പർ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതായിരിക്കും. B2 കിട്ടാതെ വരുന്ന ഒരു കാൻഡിഡേറ്റ് പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് ഓപ്പെയർ എന്ന് പറയുന്നത്. സോ ഓപ്പെയർ ആവുമ്പോൾ അവിടെ ബേസിക് A1 അല്ലെങ്കിൽ A2 ലെവൽ ഓഫ് ലാംഗ്വേജ് മതിയാകും. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനൊക്കെയും ഓക്കെ ആണെങ്കിൽ പലപ്പോഴും ജർമ്മൻ ഫാമിലി നിങ്ങളെ സെലക്റ്റും ചെയ്യും. അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങളുടെ ലാംഗ്വേജ് കൂടുതൽ ഡെവലപ്പാകും. അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവരുടെ കൾച്ചറൊക്കെ മനസ്സിലാക്കി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ ചെന്ന് FSJ അല്ലെങ്കിൽ ഓസ്ബിൽഡൻ ഒക്കെയും ഡയറക്റ്റ് ഇൻ്റർവ്യൂസൊക്കെയും അറ്റൻഡ് ചെയ്ത് പിന്നീട് ആ ഓസ്ബിൽഡൻ അല്ലെങ്കിൽ FSJയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. സോ ഓപ്പെയർ പലപ്പോഴും കാണുന്നത് ഒരു ടെമ്പററി ആയിട്ടും പെട്ടെന്ന് തന്നെ ജർമ്മനിയിലേക്ക് എത്താനും ഒക്കെയുള്ളൊരു വഴിയായിട്ടാണ് പലരും ഈ ഒരു ഓപ്പെയറായി കാണുന്നത്. ഇതുകൂടാതെ ഒത്തിരി പേരും ഈ ഓസ്ബിൽഡൻ കോഴ്സിലേക്ക് മാറാനായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടും ഈ ഓപ്പെയർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. സോ ഓപ്പെയർ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ബെറ്റർ ആക്കുന്നത് കൊണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുകയും കൾച്ചർ പ്രോപ്പർലി മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെയാണ് ഒരു ചെറിയൊരു അലവൻസോടു കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെയും നേടാനായിട്ട് പറ്റുന്നത്. സോ പലപ്പോഴും ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പല കാൻഡിഡേറ്റ്സും കാണുന്നത്. സോ ഓപ്പെയർ വഴി പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നല്ല ഫാമിലിയെ സെലക്ട് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യണം. A1 A2 ലാംഗ്വേജ് മാത്രം മതി ഓപ്പെയർ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കുട്ടികളോട് സംസാരിക്കാനായിട്ട് ഉള്ള ഇംഗ്ലീഷോ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജോ ജർമ്മൻ ഫാമിലി യൂഷ്വലി പറഞ്ഞിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ലാംഗ്വേജ് പ്രോപ്പർലി ഒരു ഡെവലപ്മെൻറ്റോട് കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ താങ്ക് യു വെരി മച്ച്. MedCity International Academy. Trusted hands forever.